ഹലോ അസ്സാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ എല്ലാവരും ഈദുൽ ഫിത്തറൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പെരുന്നാളാണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അൻസിൽക്കാക്ക് സൺഡേ ആയിരുന്നു ഓഫ്. അപ്പം ഞങ്ങൾ നേരെ കേമി പോയി കുറച്ച് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ ഞാൻ മൂൺ സലൂണിൽ പോയിട്ട് മൈലാഞ്ചി ട്യൂബ് മേടിച്ചു. തിരിച്ചു വരുന്ന വഴി ഗാസി റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ സ്വീറ്റ്സ് കണ്ടിരുന്നു. അപ്പോൾ സ്വീറ്റ്സ് വാങ്ങി. പിന്നെ മുല്ലപ്പൂവൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലെത്തി ഇഷുവിന് മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തു. ഞാൻ മൈലാഞ്ചി തീരെ ഇടാത്ത കാരണം എനിക്ക് മൈലാഞ്ചി ഇട്ടിട്ടുള്ള പ്രാക്ടീസ് വളരെ കുറവാണ്. ആകെ കൊല്ലത്തിലൊരിക്കൽ ഇതേപോലെ പെരുന്നാളിനൊക്കെയാണ് മൈലാഞ്ചി ഇടുന്നത്. എന്നാലും ഒരുവിധം കഷ്ടപ്പെട്ട് ഞാനത് അങ്ങ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പെരുന്നാൾ തലേദിവസം മൈലാഞ്ചിയുടെയും പിന്നെ അതുപോലെ തന്നെ മുല്ലപ്പൂക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഒക്കെ ഒരു മണം വരുമ്പോൾ ശരിക്കും ഒരു ഫെസ്റ്റീവ് മോഡിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി വീണു പോവും. കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് എനിക്ക് എന്നും വൈകുന്നേരം ആകുമ്പോൾ മൈഗ്രെയിൻ പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ എപ്പോഴേക്കോ മൈലാഞ്ചി ഇട്ടു. ഇതിപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് മോർണിംഗ് രാവിലെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അൻസിൽക്ക പള്ളിയിൽ പോയിട്ടുണ്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് നിസ്കാരം ഇല്ലാത്ത കാരണം ഞാൻ ഈദ്ഗാഹിനൊന്നും പോയില്ല. അപ്പോൾ അത് കാരണം പിള്ളേർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവർക്ക് കുറേ കാലമായി ആഗ്രഹിക്കുന്നു പെരുന്നാളിന് പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പെരുന്നാളിന് എന്തായാലും ഈദ്ഗാഹിൽ പോകണം. ഇപ്പോൾ സമയം 6:20 ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മൈലാഞ്ചിയുടെ ഭംഗിയൊക്കെ നോക്കുകയാണ്. ചോന്നിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കിനി ബിരിയാണി ഉണ്ടാക്കണം, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ചിക്കനും ചെമ്മീനും എടുത്ത് വെള്ളത്തിലിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ നന്നാക്കിയിട്ട് വേണം. ചെമ്മീൻ വേഗം ഞാൻ നന്നാക്കി കായം പരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ബസ്മതി റൈസ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ബിരിയാണിയുടെ ഒരു ഷോർട്സ് ഞാൻ മുന്നെപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് എല്ലാ ബിരിയാണിയും സെയിം പ്രൊസീജിയറൊക്കെ തന്നെ. പാൻ വെച്ച് ചൂടായി വരുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക, ഓൾ സ്പൈസസ് ഇട്ട് പൊട്ടിക്കുക, സവോള വഴറ്റുക, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് വാടി വരുമ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക, തക്കാളി ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് തൈരോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ഒക്കെ ഒഴിക്കുക. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുക, മസാല സെറ്റാക്കുക, റൈസ് സെറ്റാക്കുക, ദമ്മിടുക. ഇതിൻ്റെ ഇടയിൽ പിള്ളേർക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ രാവിലെ തന്നെ ഉണ്ണിയപ്പം ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെരുന്നാൾക്ക് മിക്കതും ഒന്നുകിൽ പഴംപൊരി, ഉണ്ണിയപ്പം ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കാറ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ക്ലീനിങ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ സെറ്റാക്കി വെച്ച് ഞാൻ വേഗം പോയി കുളിച്ചു ഫുഡ് കഴിക്കാൻ പോവാണ്. പെരുന്നാളിനാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും വീട്ടിലെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷവും സുഖമൊക്കെ ഉണ്ടല്ലോ, അത് വേറെ നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ഒരിക്കലും കിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ മാധുവിന് നല്ല ചെറിയൊരു പണി കിട്ടി. അവന് ഒരു കസേരമ കയറിയിട്ട് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ചാടിയപ്പോൾ അവൻ്റെ ചുണ്ട് വെച്ച് കുത്തിയിട്ട് അത് ചുണ്ട് പൊട്ടി. അപ്പോൾ അവൻ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഞാൻ അവനക്ക് പെയിന് അധികമായപ്പോൾ ഞാൻ പെനഡോളൊക്കെ കൊടുത്തിരുന്നു. അതിൻ്റെ ആ ഒരു ക്ഷീണത്തിലായിരുന്നു. അപ്പോൾ ഫുഡ് ഞാൻ വാരി കൊടുത്തു. അല്ലാത്ത സമയത്താണെങ്കിൽ ആൾ മാഷാ അല്ലാഹ് ഭക്ഷണം കഴിക്കാനൊക്കെ മൂപ്പർക്ക് ഒറ്റയ്ക്ക് വാരി കഴിക്കാനൊന്നും മടിയില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ പെരുന്നാൾ ഫുഡ്. ചെമ്മീൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പിന്നെ ചമ്മന്തി, തൈര്, അത്രയൊക്കെ തന്നെയുള്ളൂ. ഞങ്ങൾ സ്വീറ്റ്സ് ഒന്നും അങ്ങനെ സ്പെഷ്യലായിട്ട് ഇപ്രാവശ്യം ഉണ്ടാക്കിയില്ല. ഓൾറെഡി സ്വീറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പെരുന്നാളിന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പരിപാടി ഫോട്ടോസ് എടുക്കലാണ്. നാട്ടിലാവുമ്പോൾ അത് പെരുന്നാൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തീരും. ഇവിടെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് സാവധാനം ഇറങ്ങുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഇന്ന് ഫോട്ടോ എടുക്കാൻ പോകുന്നത് ഷാർജയിൽ പുതിയതായി ഓപ്പൺ ആയിട്ടുള്ള അല്ലയ്യ കനാലിൻ്റെ അവിടേക്കാണ്. പെരുന്നാളിന് എനിക്ക് മൈലാഞ്ചിയും വളയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളിത് ഏകദേശം ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. എനിക്ക് മൈഗ്രെയിൻ ഓൾറെഡി ഉള്ള കാരണം എന്താവും എന്നുള്ളത് അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഇവിടുത്തെ വിൻ്ററൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. നല്ല ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ മാർച്ച് ലാസ്റ്റ് ആയിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ നല്ല ചൂടാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ചൂട് എന്തായാലും അത്യാവശ്യം നല്ല കടുപ്പത്തിലായിരിക്കും. ഈ അല്ലയ്യ കനാലിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജ ഫ്ലാഗ് ഐലൻഡിൻ്റെ അടുത്തായിട്ടാണ്. ഇത് ഫ്ലാഗ് ഐലൻഡിനെ കണക്ട് ചെയ്യുന്ന ഒരു കനാൽ കൂടിയാണ്. ഫെബ്രുവരി 27 ഇതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞത്. ഇവിടെ നൈറ്റ് അല്ലെങ്കിൽ ഒരു സൺസെറ്റ് ടൈമിൽ അടിപൊളി വൈബാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് പ്ലേ ഏരിയകളൊക്കെ ഉണ്ട്. അവിടെ നല്ല അടിപൊളി ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ വലിയവർക്ക് ഇരുന്ന് ആടാൻ പറ്റും. നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷേ നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇരുന്ന് ഊഞ്ഞാലാടാനൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കുറേ ദൂരം ഇങ്ങനെ വെയിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ടയേർഡാവും. കുട്ടികളൊക്കെ വേഗം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലേക്കിനോട് ചേർന്നിട്ടുള്ള അണ്ടർപാസിൻ്റെ അടിയിലൊക്കെ ഒരുപാട് ഫോട്ടോ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു.
ഫാമിലി മൊത്തൊരു ഈവനിങ് വാക്കിന് വരാനൊക്കെ പറ്റിയൊരു നല്ലൊരു ആപ്റ്റ് പ്ലേസ് ആണ്. ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലേക്കിനോട് ചേർന്നിട്ടൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ട്. ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഇത് ശരിക്കും ഷാർജ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യേയില്ല. കാരണം വേറൊരു സ്ഥലത്തെത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കടൽപ്പാലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാവില്ലേ, അതുപോലെയുള്ളൊരു സ്ഥലം. നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. കാരണം നമുക്കവിടെ ആ ഒരു ഓപ്പൺ ബീച്ചൊക്കെ ഉണ്ട് കളിക്കാൻ പറ്റിയ. ഈ ഒരു വാക്ക് വേ ആണെന്നുണ്ടെങ്കിലും നല്ലൊരു സ്പോട്ടാണ്. നമുക്ക് സൺസെറ്റ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. ഇവിടെ നട്ടുച്ച സമയത്ത് ഒരിക്കലും വരരുത്, കാരണം നല്ല വെയിലായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ല ടയേർഡായി. കുട്ടികളൊക്കെ അതൊക്കെ എടുപ്പിലായി. അതിന് വേണ്ടിയിട്ടാണോ വെള്ളത്തിൽ കിടന്ന് ഉറങ്ങണത്? കുറേ വെയിലുണ്ടോണ്ട് തന്നെ ഈവനിങ് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടാണ് വീട്ടിലെത്തിയത്. പിന്നെ കുറച്ചൊരു IPL ഒക്കെ കണ്ടു. രാത്രിയാകുമ്പോൾ ഒരു കിഴിപ്പൊറോട്ട ഒക്കെ കഴിച്ചു. പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് തിങ്കളാഴ്ച വൈകുന്നേരം എൻ്റെ ബ്രദറും കുട്ടികളൊക്കെ കൂടി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് കുറേ പസിലും കാര്യങ്ങളൊക്കെ കുറേ നേരം കളിച്ചു. അത് കഴിഞ്ഞ് ഇവരുടെ എല്ലാവരുടെയും കൂടിയുള്ള ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് ഉള്ള ഒരു, എവിടെ പോയാലും എല്ലാവരുടെയും കൂടിയുള്ള ഫോട്ടോ ഒരുമിച്ച് കിട്ടൽ ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഒരാളുടെ മൂഡ് ശരിയാകുമ്പോൾ മറ്റാളുടെ മൂഡ് പോവും. അങ്ങനെയൊക്കെയാണ് കുട്ടികളാവുമ്പോൾ. എന്താണെങ്കിലും അൽഹംദുലില്ലാ നല്ലൊരു പെരുന്നാളായിരുന്നു. പക്ഷേ നാട്ടിലുള്ള എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്തു. എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും, അൻസൽക്കാട് ഉപ്പാനെയും ഉമ്മാനെയും, പിന്നെ വീട്ടിലുള്ള എല്ലാവരെയും, നാട്ടിലുള്ള ഓരോ ആളുകളെയും ഒരുപാട് മിസ് ചെയ്തു. ഇൻഷാ അല്ലാഹ് അടുത്ത ഇതിന് എല്ലാവരും ഒരുമിച്ച് കൂടാൻ പറ്റട്ടെ. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.